അതായത് മുന്നേ ഒരു റെസ്റ്റോറന്റിൽ നിങ്ങളെ പോയപ്പോ പറഞ്ഞത് ടോക്കൺ ആദ്യം കൊടുക്കണം, ടോക്കൺ ആദ്യം വാങ്ങണം, കാശ് ആദ്യം കൊടുക്കണം, എന്നാലേ ഭക്ഷണം കിട്ടും. അല്ല അത് പറയരുത് നിങ്ങള്. ഞാൻ കണ്ണപ്പൻ, ടെസ്റ്റർ കണ്ണപ്പൻ. ടെസ്റ്ററാ? എന്ത് സാധനവും ടെസ്റ്റ് ചെയ്യും. ഭക്ഷണം ഇങ്ങനെ കിട്ടിയാൽ ഇങ്ങനെ കിട്ടുന്നതിന്റെ രീതിക്ക് ഇവർക്ക് പൈസക്ക് ആർത്തിയാണ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം പറഞ്ഞു. അല്ല ഇത് ഏത് റെസ്റ്റോറന്റ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ, മുതലാളി മറന്നുപോയതാ. അതൊന്നും പറയണ്ട. ഈ അടക്കളയിലെ കാര്യം എന്താ വെച്ചാൽ നോക്കിയേ. This is me GJ. നമസ്കാരം, ഞാൻ മൃണാൾ എന്ന പേരിൽ വീഡിയോസ് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന മൃണാളിന്റെ കടയിലേക്കാണ് ഞങ്ങൾ ഇത്തവണ പോയത്. എടപ്പള്ളി ലുലുമാളിന്റെ അടുത്താണ് നമ്മുടെ ഈ ഒരു കട വരുന്നത്. പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ദൂരെ വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ നടന്നു വന്നു. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ഓരോ കൗണ്ടേഴ്സിലായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇനി ഞാൻ സൂത്രം കാണിച്ചാ ഒരു സാധനം കിട്ടിയില്ലെങ്കിലും പൈസ കൊടുത്തു. കാരണം ഇവിടെ എല്ലാത്തിനും പൈസ അവിടെ ആദ്യം കൊടുക്കണം. അവിടെ ഒരു കൗണ്ടർ ഉണ്ട്. ആളുകള് എന്തൊക്കെ കഥയല്ല അടിച്ചിറക്കുന്നത്. ഓരോ ഉടായ്പായിട്ട് അറിയിക്കുള്ളൂ. പൈസ ആദ്യം, പൈസയുടെ ആർത്തിയുള്ളവർക്ക് പറ്റിയതല്ല ഭക്ഷണത്തിന്റെ കച്ചവടം. താൻ ഇത്രയും തരം താഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ബിസിനസ് ഒക്കെ എങ്ങനെ? ഫുഡിന്റെ കാര്യത്തിൽ ഇന്ന് കേരളത്തിലെ നമ്പർ 1 ഞങ്ങൾ തന്നെയല്ലേ തോമസ്? അതെ, വെറുതെ നാവിട്ട് ഇളക്കല്ലെന്റെ പരീതിക്ക. ഒരാള് എന്തോ ഈച്ചയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഞാനിവിടെ വരാത്ത ആളല്ലല്ലോ, നിങ്ങളും കാണുന്നില്ല. ഇവിടെ എവിടെയാണ് അതിന് മാത്രം ഈച്ച? എന്തെന്നൊക്കെ ആൾക്കാര് പറഞ്ഞുണ്ടാക്കണം. അയാളുടെ അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ച ഒരാളാ. ഐറ്റംസ് കണ്ടോളി. ഇതിന് ഫുള്ള് നോക്കുമ്പോ ബിരിയാണിക്കകത്ത് കിടക്കുന്നവൻ ദാവൻ ഈച്ച. ആളെ കളിയൊക്കെ നമ്മളെ കുറെ ഹോട്ടൽസ് ഒക്കെ കണ്ടിട്ടാ. ഇത് ഞാൻ വളർത്തുന്ന ഈച്ചയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഇവിടെ വരില്ലെന്ന് പറഞ്ഞ ഈച്ച അനുസരിക്കാനൊന്നും മുല്ല. ഇങ്ങനെ പോയ കട പൂട്ടേണ്ടി വരും. പിന്നെ നോക്കി കണ്ടു നിന്നാ തനിക്ക് നല്ലത്. ഈ സ്ഥലം അത്ര ശരിയല്ല. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. അപ്പൊ എങ്ങനെയാ ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?